വളരെ ഞെട്ടലുണ്ടാക്കുന്ന ഒരു സംഭവമാണ് വീണ്ടും വയനാട്ടിൽ നിന്ന് നമ്മൾ കാണുന്നത്. വയനാട്ടിലെ തുരങ്കപ്പാത ഉണ്ടാക്കുന്ന വിവരം നമുക്കൊക്കെ അറിയാം. അത് ഒരു ഡബിൾ തുരങ്കപ്പാതയാണ് ഉണ്ടാക്കുന്നത്. ആ നിർമ്മിക്കുന്നതിൻ്റെ അത് വളരെ അതായത് കേരളത്തിൻ്റെ ഒരു വലിയ പ്രോജക്റ്റായിട്ട് ഇടതുപക്ഷ മുന്നണി മന്ത്രിസഭ ഉയർത്തി കാണിച്ച ഒരു കാര്യമാണ്. ശ്രീ പിണറായി വിജയൻ അതിൻ്റെ ഉദ്ഘാടനമൊക്കെ നടത്തുകയൊക്കെ ചെയ്തു. ഇപ്പോൾ ഉണ്ടായേക്കുന്ന കാര്യം, അതിൻ്റെ കോൺട്രാക്റ്റ് കൊടുത്തേക്കുന്നത് ഒരു നല്ല ഭാഗത്തിന് കോൺട്രാക്റ്റ് നമ്മൾ കൊങ്കൺ റെയിൽവേക്കാണ് കൊടുത്തേക്കുന്നത്. വലിയൊരു പ്രോജക്റ്റുകളൊക്കെ നടത്താൻ കഴിവുള്ള ആളുകളാണ്. അതുപോലുള്ള ഉദ്യോഗസ്ഥരുണ്ട്, അവർക്ക് തൊഴിലാളികളുണ്ട്, എല്ലാം ഉണ്ട്. അതിൻ്റെ അതിൻ്റെ തുടക്കം മാത്രമേ ആയിട്ടുള്ളൂ നമുക്ക് പറയാം. ആ പാത കുറച്ച് ഏതാണ്ട് 8 കിലോമീറ്റർ നീളമുള്ള പാതയുടെ ഒരു കുറച്ച് ഭാഗം മാത്രമേ ആയിട്ടുള്ളൂ. ഒരുപാട് പാറയൊക്കെ തുരന്ന് അതിൽ കൂടെ പോകേണ്ടതാണ് ഈ പാറ. അപ്പോൾ അവിടുത്തെ മണ്ണിൻ്റെ പ്രത്യേകതയൊക്കെ പഠിച്ച്, അപ്പോൾ നേരത്തെ തന്നെ അതിൻ്റെ സോയിൽ ടെസ്റ്റൊക്കെ നടത്തി കഴിഞ്ഞപ്പോൾ അവിടുത്തെ മണ്ണ് ഉറപ്പില്ലാത്തതാണ് എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നേരത്തെ വെളിയിൽ വന്നതാണ്. പക്ഷേ അതൊന്നും കാര്യമില്ല, അതല്ലാതെ ശരിയാക്കാനുള്ള കഴിവുണ്ട് എന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ചത്. അപ്പോൾ ഇന്നുണ്ടായ ദുരന്തം എന്ന് പറയുന്നത് അതിഭീകരമായ ഒരു ദുരന്തമാണ്. കാരണം ഇതിൻ്റെ നിർമ്മാണത്തോടനുബന്ധിച്ച് മണ്ണ് ധാരാളം എടുത്ത് വലിയ മല പോലെ ഈ ഉയരമുള്ള ഭാഗത്ത് കൂട്ടിയിട്ടു. അത് കൂട്ടിയിട്ട് കുറേ നാളായി. അത് പല ഭാഗങ്ങളിൽ ഒരുപാട് മണ്ണ് കൂട്ടിയിട്ടുണ്ട്. വലിയൊരു കുന്നുകൾ തന്നെ രൂപപ്പെട്ടേക്കുക ഈ മണ്ണ് കൊണ്ട്. അപ്പോൾ അവിടെ കുറച്ച് ദിവസം മുമ്പ് ഭയങ്കര മഴയായിരുന്നു. മഴയിൽ ഉണ്ടാകുന്ന സംഭവം നമുക്കറിയാം. ഈ മണ്ണ് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ ഈ മണ്ണിനകത്ത് വെള്ളം തങ്ങും പലപ്പോഴും. അതങ്ങ് കുഴമ്പ് ആയിട്ട് അത് ആ വെള്ളത്തിനെ ഇത് കണ്ടെയ്ൻ ചെയ്യും. ഇത് ഇറങ്ങി പോവുകയില്ല. അപ്പോൾ ഏതാനും ദിവസം മുമ്പ് വലിയ മഴയായിരുന്നു. ഇപ്പം വലിയ മഴയില്ല. ഇന്ന് ചെറിയ മഴയേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ മഴ ഉണ്ടായപ്പോൾ പോലും എന്നാൽ ഇനി അവിടെ റെഡ് അലർട്ടാണ് പറഞ്ഞേക്കുന്നത് നാളെയൊക്കെ. അപ്പോൾ ഉണ്ടായതേ ഉള്ളൂ. പക്ഷേ ചെറിയൊരു മഴയേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ ആ മഴയത്ത് ഉണ്ടായ സംഭവം എന്ന് പറയുന്നത് ഈ മണ്ണ് അത് മുഴുവൻ ആ കുന്നുപോലെ ഇടിഞ്ഞിട്ട് ബാക്കി കുന്നിൻ്റെ ഭാഗങ്ങൾ കൂടെ ഇടിയുകയാണ്. ഇടിഞ്ഞിട്ട് അവിടെ റോഡിലുണ്ടായിരുന്ന ഒരു വെയിറ്റിംഗ് ഷെഡ്, അതേപോലെ ഏതാനും വീടുകൾ, ഒരു പള്ളി, ഇത് എല്ലാം തകർത്തെറിഞ്ഞുകൊണ്ടാണ് ഇത് പോകുന്നത്. ഈ മലവെള്ളപ്പാച്ചിൽ കണ്ടു കഴിഞ്ഞ് ഭയന്ന് പോയി. അതേപോലെ അതിൻ്റെ വിഷ്വൽ കണ്ടു കഴിഞ്ഞപ്പോൾ ഞെട്ടിപ്പോയെന്ന് പറഞ്ഞത്, ഒരു വലിയ ടാങ്കർ ലോറി, വളരെ വലിയ ടാങ്കർ ലോറി, അത് ലോഡഡ് ആണോ അല്ലയോ എന്ന് എനിക്കറിഞ്ഞൂടാ. പക്ഷേ അത് ഈ വെള്ളവും മണ്ണും പാറകളും എല്ലാം കൂടെ വന്ന് ഇതിനെ ഇടിച്ചിട്ട് തിരിഞ്ഞു, റോഡിന് കുറുകെ തിരിഞ്ഞിട്ട് നീങ്ങി വന്നു. അതിൻ്റെ ഏതാണ്ട് അടിയിലോട്ട് പെട്ടുപോയി ഒരു ദമ്പതികൾ, അവർ തമിഴ്നാട്ടുകാരാണെന്ന് പറയപ്പെടുന്നു. ഒരു ഭാര്യയും ഭർത്താവും. അവർ രണ്ടുപേരും അങ്ങ് വീണു. ആ ചെളിക്കകത്ത് വീണ് അവരിങ്ങനെ നിരങ്ങി വരികയാണ് ഈ ലോറിയോടൊപ്പം. പക്ഷേ ഇതങ്ങ് നിന്ന് കഴിഞ്ഞപ്പോൾ അതിൽ ഈ ഭർത്താവ് എഴുന്നേറ്റിട്ട് ഈ സ്ത്രീയുടെ കൈക്ക് പിടിച്ചു. അവർക്ക് പെട്ടെന്ന് എഴുന്നേക്കാൻ പറ്റുന്നില്ല. വളരെ കഷ്ടപ്പെട്ട് അദ്ദേഹം പൊക്കി ഉയർത്തി. അവർ രണ്ടുപേരും കൂടെ ഓടുകയാണ് അവിടുന്ന്. ഈ കാഴ്ച കാണാനിടയായി. ആ ടാങ്കർ ലോറിയിലെ ഡ്രൈവർക്കൊന്നും പറ്റിയില്ല എന്ന് തോന്നുന്നു, കാരണം അത് മറിഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് അവിടെ നിൽക്കുക. പിന്നെ അവിടെ ഒരു പാലം ഉള്ളത് മുഴുവൻ മണ്ണ് വന്നങ്ങ് മൂടി അവിടെ. അത് കാരണം റോഡിലെ ഗതാഗതം പോലും തടസ്സപ്പെട്ടേക്കാണ്. അതിപ്പോൾ വന്ന് ഏതായാലും ഒരുപാട് മണ്ണ് മാന്തിയ യന്ത്രങ്ങളും ഒക്കെ കൊണ്ടുവരുന്നു. ഇതിനിടയിൽ ഏതാണ്ട് അവിടെ 18ഓളം ആളുകളുണ്ടായിരുന്നെന്ന് പറയപ്പെടുന്നു. പല ചാനലുകളിലും പല വാർത്തകളാണ് വരുന്നത് ഇതിനെ സംബന്ധിച്ചിടത്തോളം. എണ്ണം കൃത്യമല്ല. അതായത് 5 മരണങ്ങൾ ഏതാണ്ട് സ്ഥിരീകരിച്ചു എന്നുള്ളതാണ് ഏഷ്യാനെറ്റ് ചാനലൊക്കെ പറയുന്നത്. മാതൃഭൂമിയൊക്കെ പറയുന്നത് 3 മരണങ്ങളെ സ്ഥിരീകരിച്ചിട്ടുള്ളൂ എന്നാണ്. 3 മൃതദേഹങ്ങൾ കണ്ടെടുത്തു എന്നാണ് പറയുന്നത്. പക്ഷേ 5 മരണം സ്ഥിരീകരിച്ചതായിട്ട് പറയപ്പെടുന്നു. ഏതായാലും എത്രയോ ആവട്ടെ, നമുക്കിനി അതിൻ്റെ കണക്ക് വരാനിരിക്കുന്നേ ഉള്ളൂ. 10 പേര് ആശുപത്രിയിൽ ചികിത്സയിലാണ്. അതിൽ 3 പേരുടെ നില അതീവ ഗുരുതരമാണ്. അപ്പോൾ മരണസംഖ്യ ഇനി ഉയരാൻ സാധ്യതയുണ്ട്. പിന്നെ ഈ മണ്ണിനടിയിൽ എത്ര പേരുണ്ടെന്നുള്ളത് ഇപ്പോഴും വ്യക്തമല്ല. ഇവർ പറയുന്ന കണക്കൊക്കെ അനുസരിച്ച് ഒരു 5 പേര് മണ്ണിനടിയിലുണ്ടെന്നാണ് പറയുന്നത്.
അതൊക്കെ ഈ കൊങ്കൺ റെയിൽവേയുടെ ഉദ്യോഗസ്ഥരാണ്. അവർ 5 പേര് ഇതിനടിയിലുണ്ട് എന്ന് പറയപ്പെടുന്നു. അതിനുവേണ്ടി ഈ മണ്ണുമാന്തി യന്ത്രങ്ങൾ ഇപ്പം വന്ന് ഇങ്ങനെ മണ്ണ് നീക്കിക്കൊണ്ടിരിക്കുക. പക്ഷേ ആ പ്രോസസ്സൊന്നും എളുപ്പമൊന്നും തീരുന്നതല്ല. അവരെത്ര ദിവസം ഈ മണ്ണിനടിയിലോട്ട് ഈ പാവങ്ങൾ കിടക്കേണ്ടതായിട്ട് വരുമെന്ന് പോലും നമുക്കറിയില്ല. അത് ജീവനുകളാണ് ചിലപ്പോൾ ഈ മണ്ണിനടിയിലോട്ട് കിടക്കുന്നത്. അവർക്ക് ജീവനുണ്ടെങ്കിൽ അവരെ രക്ഷപ്പെടുത്തുക എന്ന് പറയുന്നത് വളരെ അടിയന്തരമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പക്ഷേ ഈ സമയത്ത് അവിടെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോഴും അവിടെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. മന്ത്രിമാരൊക്കെ സന്ദർശിച്ചു. നമ്മുടെ മുഖ്യമന്ത്രിയുടെ അവിടെ പ്രസ്താവന വന്നു. മുഖ്യമന്ത്രി പറഞ്ഞു, ഈ മണ്ണ് അവിടെ കൂട്ടിയിട്ടിരുന്ന മണ്ണുണ്ടല്ലോ അത് മാറ്റണം എന്ന് നിർബന്ധമായിട്ട് ജില്ലാ കളക്ടറും അതുപോലെ തന്നെ ദുരന്ത നിവാരണ അതോറിറ്റിയും അതേപോലെ കൃഷിമന്ത്രിയും നിർബന്ധമായിട്ട് അത് മാറ്റണം എന്ന് ഉള്ള നിർദ്ദേശം ഇവർക്ക് കൊടുത്തിരുന്നതാണ്. അപ്പോൾ കളക്ടർ അത് ഓർഡർ തന്നെ ഇറക്കിയേക്കാണ്. അതും ദുരന്ത നിവാരണ അതോറിറ്റിയും ഇറക്കിയ ഓർഡറുകളാണ് ഇത് മണ്ണ് മാറ്റണം, എത്രയും പെട്ടെന്ന് മാറ്റണമെന്ന്. പക്ഷേ അത് മാറ്റിയില്ല. കൃഷിമന്ത്രിയുടെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അവിടെ ഒരു സമ്മേളനം തന്നെ നടത്തി, ഒരു യോഗം നടത്തി, അല്ല ഒരു മീറ്റിംഗ് നടത്തിയിട്ട് ആ മീറ്റിങ്ങിൽ ഇത് നിർബന്ധമായിട്ട് ഇത് എത്രയും പെട്ടെന്ന് മാറ്റണമെന്ന് പറഞ്ഞു, നിർദ്ദേശിച്ചു. അവർ മാറ്റാമെന്നൊക്കെ സമ്മതിച്ചു. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. ആ മണ്ണ് മാറ്റിയില്ല. അതിൻ്റെ അനന്തര ഫലമായിട്ടാണ് ഇത്രത്തോളം വലിയൊരു ദുരന്തം, മനുഷ്യനിർമ്മിത ദുരന്തം എന്നതിനെ തീർത്ത് പറയാം. കാരണം ഇതിൻ്റെ നിർമ്മാതാക്കളുണ്ടല്ലോ, അവരുടെ ഭാഗത്തു നിന്നുള്ള കെടുകാര്യസ്ഥതയും ഉദാസീനതയുമാണ് ഇത് ഇങ്ങനൊരു സംഭവത്തിലേക്ക് വഴിതെളിച്ചത്. നിരപരാധികളായ ആളുകൾ അവരെന്ത് ചെയ്യുന്നതാണ്? ഒരുപാട് പേർക്ക് നഷ്ടം വന്നു. വീടൊക്കെ വീടുകൾ തകർന്നിട്ടുണ്ട്. ഭാഗ്യത്തിന് അതിൻ്റെ അടുത്തുള്ള ഒരു സ്കൂളിലെ കുട്ടികൾ രക്ഷപ്പെട്ടു കേട്ടോ. അവരെ അവിടെ മാറ്റി സുരക്ഷിതമായിട്ട് മാറ്റി നിർത്തി അവരെ വീടുകളിൽ അയച്ചതായിട്ട് പറയുന്നു. ഏതായാലും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ധാരാളം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അത് വീണ്ടും വയനാടിനെ സംബന്ധിച്ചിടത്തോളം എന്നും ഒരു ദുരന്ത മുഖമായിട്ട് വയനാട് മാറിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ മാറരുത്. അങ്ങനെ മാറാനുള്ള ഒരു സ്ഥലമല്ല വയനാട് എന്നൊന്ന് മനസ്സിലാക്കണം. ഇവിടെ ഒന്നല്ലെങ്കിൽ അടുത്തത്. കഴിഞ്ഞ തവണയൊക്കെ ഉണ്ടായത് നമുക്കറിയാമല്ലോ. ഉണ്ടായ ദുരന്തം എന്ന് പറയുന്നത് എത്രയോ വലുതായിരുന്നു. 100 കണക്കിന് ആളുകൾ, എത്ര പേരാണ് അതിനകത്ത് മൺമറഞ്ഞു പോയത്. കുറേ ആളുകളുടെ ഒരു വിവരം പോലും ഇപ്പോൾ ഇല്ല. അവർ അഗാധമായി മണ്ണിനടിയിൽ കിടക്കുകയാണ്. ആ രീതിയിൽ ഉള്ള സംഭവമാണ് നമ്മൾ നേരത്തെ അവിടെ കണ്ടത്, ചൂരൽമലയിലും ഒക്കെ നമ്മൾ കണ്ടത്. അപ്പോൾ ഇത് അതുപോലെ വരുന്നില്ലെങ്കിൽ പോലും ഇതിന് എണ്ണം കുറവ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതൊരു സൂചനയാണ്. ഇനിയും ഒരുപാട് സ്ഥലത്ത് നിന്ന് അവിടെ മണ്ണ് മാറ്റാൻ കിടപ്പുണ്ട്. അതെല്ലാം ഇവർ മാറ്റണം. എത്രയും പെട്ടെന്ന് അടിയന്തരമായിട്ട് അതെല്ലാം മാറ്റണം. ഇപ്പോൾ കളക്ടറൊക്കെ ഉത്തരവ് കൊടുത്തു എന്ന് പറയുന്നു. ആ ഉത്തരവ് കൊടുത്തിട്ട് അത് പാലിക്കുന്നോ ഇല്ലയോ എന്ന് നോക്കാനുള്ള ഒരു ഉത്തരവാദിത്തം കൂടെ കളക്ടർക്കില്ലേ? ഒരു ഓർഡർ പാസ്സാക്കിയ ഒരു അതോറിറ്റി സമ്മതിക്കുന്നു, നല്ലതാണ്. പക്ഷേ ഓർഡർ പാസ്സാക്കിയിട്ട് അവിടെ ഇരുന്നാൽ മതിയോ? ആ ഓർഡർ നടപ്പാക്കുന്നോ ഇല്ലയോ എന്നുള്ളത് നോക്കാനുള്ള ഒരു ഉത്തരവാദിത്തം കൂടി ഇല്ലേ? നടപ്പാക്കുന്നില്ലെങ്കിൽ അത് നടപ്പാക്കാനുള്ള നടപടികൾ എടുക്കണ്ടേ? അത് ചെയ്യണം. അങ്ങനൊരു ചെറിയ വീഴ്ച ആ ഭാഗത്തുണ്ട് എന്ന് തോന്നുന്നു. പക്ഷേ മന്ത്രിമാരെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ ഇവിടെ റവന്യൂ മന്ത്രിയും കൃഷിമന്ത്രിയൊക്കെ അവിടെ സന്ദർശിച്ചു. അവർ ഈ മഴയത്തുമൊക്കെ അവിടെ പോയി നിൽക്കുന്നു. അത് അവർ മേൽനോട്ടം വഹിക്കുന്നുണ്ട്. നല്ല കാര്യമാണ്. ഏതായാലും ഇതിനടിയിൽ കിടക്കുന്ന ജീവനുകളുണ്ടല്ലോ, ജീവനുണ്ടെങ്കിൽ അതോ ഇല്ലെങ്കിൽ പോലും അത് എത്രയും പെട്ടെന്ന് അവർ പുറത്തേക്ക് എടുക്കണം. അതാണ് എല്ലാവരുടെയും ആവശ്യം. പക്ഷേ അവിടെ അവർ അഹോരാത്രം പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ മഴയത്ത് വളരെ ബന്ധപ്പാടുണ്ട്. ലൈറ്റൊക്കെ കൊണ്ടുവന്ന് അവർ അത് നോക്കി അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും നമുക്ക് പ്രതീക്ഷിക്കാം അതിനടിയിൽ ജീവനുകളാണുള്ളതെന്നും ജീവൻ പൊരിഞ്ഞിട്ടില്ല എന്നും നമുക്ക് ആശിക്കാം. അത്രേ പറയാൻ പറ്റുന്നുള്ളൂ.